മിതമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പലപ്പോഴും വളരെ ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ വളരെ കുറച്ച് സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്നവരെ കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. സുവിശേഷത്തിലുടനീളം എങ്ങനെയാണ് മിതമായി ജീവിക്കേണ്ടതെന്ന് ക്രിസ്തു പറഞ്ഞു തരുന്നുണ്ട്. ലാളിത്യത്തിൻ്റെ, ഇല്ലായ്മയുടെ ഒക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത്. സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരിൽ ഒരാളായിരുന്നു സഹോദരൻ ജൈൽസ്. അന്നത്തെ സന്യാസ ജീവിതം നയിക്കുന്നവരൊക്കെ ജോലി എടുത്തുകൊണ്ട് ജീവിച്ചിരുന്നവരാണ്. ജോലി എന്ന് പറയുമ്പോൾ സാധാരണ പണികളൊക്കെ ചെയ്തിട്ട്, അധ്വാനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട് ജീവിച്ചിരുന്നവരാണ് അവരൊക്കെ. അപ്പോൾ ഈ സഹോദരൻ ജൈൽസ് എന്ന് പറയുന്ന സഹോദരൻ പോയത് വനത്തിൽ വിറക് വെട്ടി ആ വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം അവർ ജീവിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അതിൽ നിന്നാണ് അവർ ഉപജീവന മാർഗം തേടിയിരുന്നത്. അപ്പോൾ ഈ സഹോദരൻ ഇതുപോലെ ഒരിക്കൽ വനത്തിൽ പോയി വിറകൊക്കെ വെട്ടിയിട്ട് ചന്തയിൽ കൊണ്ടുവന്ന് അത് വിൽക്കാനായിട്ട് നിൽക്കുകയാണ്. വിൽക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ വന്നു. അങ്ങനെ ഈ വിറക് കെട്ട് ആ സ്ത്രീ വാങ്ങുകയാണ്. വാങ്ങിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇതെൻ്റെ വീട്ടിലൊന്ന് എത്തിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരൻ ഈ വിറക് കെട്ട് തലയിൽ വെച്ചുകൊണ്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ വിറക് കെട്ട് അവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിന് വേണ്ട പൈസ സഹോദരന് ഈ സ്ത്രീ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ഈ ഫ്രാൻസിസിൻ്റെ സഹോദരനാണെന്ന് മനസ്സിലായത് ആ സ്ത്രീക്ക്. കാരണം അന്നത്തെ കാലത്ത് ഫ്രാൻസിസ് വളരെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെയൊക്കെ ജീവിതം ആളുകൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ സ്ത്രീ ഉടനെ തന്നെ ആ കൊടുക്കേണ്ട പണം, ആ വിറകിന് സാധാരണയായിട്ട് അവിടെ കൊടുക്കുന്ന പണത്തിനേക്കാൾ കുറേ കൂടെ പണം കൂടുതലായിട്ട് ആ സഹോദരൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് ഈ സഹോദരൻ പറയുന്ന വാക്കുകൾ ആണ് നമ്മളെ അത്ഭുതപ്പെടുത്തുക. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലെറ്റ് നോട്ട് ദി ഈവിൾ ഓഫ് അവാരിസ് ഗെയിൻ മാസ്റ്ററി ഓവർ മൈ സ്പിരിറ്റ് ഓഫ് സിംപ്ലിസിറ്റി എന്നാണ്. ആർത്തിയുടെ തിന്മ എൻ്റെ ലാളിത്യത്തിൻ്റെ അരൂപിയെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. ഇത് അദ്ദേഹത്തിൻ്റെ സന്യാസ സമർപ്പിത ജീവിതത്തിൽ നിന്ന് ഉള്ളിൽ തെളിഞ്ഞു വന്ന ഒരു ബോധ്യമായിരുന്നു. കാരണം എവിടെയൊക്കെ എനിക്ക് ആവശ്യമുള്ളതിലധികം ഞാൻ സ്വന്തമാക്കുന്നുവോ അവിടെ എൻ്റെ ലാളിത്യം നഷ്ടപ്പെടും, എൻ്റെ ദാരിദ്ര്യം നഷ്ടപ്പെടും, അവിടെ ഞാൻ ഒരു സന്യാസി അല്ലാതായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ ആർത്തി എന്ന് പറയുന്ന, ഇവിടെയൊക്കെ അത്ര വലിയൊരു ആർത്തി അല്ലെന്ന് നമുക്കറിയാം, എങ്കിൽ പോലും അവിടെ പോലും വളരെ കൃത്യമായ അച്ചടക്കത്തോടു കൂടെ തൻ്റെ ലാളിത്യത്തെ സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു സഹോദരനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കാം. എത്രത്തോളം മിതമായി ഞാൻ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, സാധാരണ നമ്മൾ പറയാറുണ്ട്, മിതമായി മാത്രം വെള്ളം ഉപയോഗിക്കുക, മിതമായി മാത്രം വൈദ്യുതി ഉപയോഗിക്കുക, ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, അല്ലെങ്കിൽ അത് ധൂർത്തടിക്കാതിരിക്കുക. അങ്ങനെ വളരെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഈ മിതത്വം സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ആത്മീയമായിട്ടുള്ള പുണ്യം കൂടിയാണ്. അപ്പോൾ എത്രത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ മിതത്വത്തോടെ ജീവിക്കാനായി ശ്രമിക്കുന്നു എന്ന് ഈ നോമ്പ് കാലത്ത് എനിക്കൊന്ന് ചിന്തിച്ച് നോക്കാനായിട്ട് കഴിയണം. മിതമായിട്ട് ഉള്ള എന്ത് കാര്യവും ഞാൻ സ്വീകരിക്കുന്നതിനപ്പുറത്ത് അമിതമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടതെല്ലാം അത് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്, പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. അവിടെയാണ് നോമ്പിന് അർത്ഥമുണ്ടാവുക. അപ്പോൾ എൻ്റെ മിതത്വത്തിൻ്റെ സുവിശേഷം അത് എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നു, മിതമായി എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് ഞാൻ എങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒന്ന് ആത്മപരിശോധന നടത്താനായിട്ടുള്ള നല്ലൊരു സമയമായിട്ട് മാറട്ടെ ഈ നോമ്പുകാലം.